ശ്രീ പി സി ജോർജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി സി ജോർജ്, ഏതായാലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സ് അതിനുവേണ്ടി കോടികൾ ചെലവഴിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും തെളിവുകളുമൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ തെളിവ് പുറത്തു വരുന്നത് അതിന്റെ പ്രചരണത്തിന് മാത്രം ചെലവഴിച്ചിരിക്കുന്നത് 14 കോടി രൂപയാണ്. അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ജനം TV പുറത്തുവിട്ടിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? 14 കോടി പോയിട്ട് 100 കോടി രൂപ കൂടുതൽ ഈ കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്കും ഗവൺമെന്റിന് വേണ്ടി ചെലവായിട്ടുണ്ടെന്ന് എന്താ സംശയിച്ചിരിക്കുന്നത്? ആ ബസ് തന്നെ എത്ര രൂപയായി? ആ ബസ് പൊളിക്കാൻ പറ്റിയിരിക്കുക. എത്ര വണ്ടികളാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തത്? ബഹുമാനപ്പെട്ട മന്ത്രിമാരെല്ലാം കൂടെ കൊഞ്ഞാണന്മാരെ മുഴുവൻ 1-2 ബാക്കി എല്ലാം കൊഞ്ഞാണന്മാരെന്നല്ലേ. ആ മന്ത്രിമാരെല്ലാം വണ്ടിയും അവരുടെ എസ്കോർട്ട് വണ്ടിയും പൈലറ്റ് വണ്ടിയും കൂടുതൽ പോരുകയാണ് ബസ്സിന്റെ പുറകെ. എന്തിനാണ് ഈ ബസ്സിനകത്ത് കയറി കുത്തിയിരുന്നത് എനിക്ക് മനസ്സിലായില്ല. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു? ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ഈ അപേക്ഷ കൊടുത്തിട്ട് ഒന്നും നടക്കാത്തതുകൊണ്ട് പറയുന്നവർക്ക് ജെറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്ന മഹത്വം. വളരെ അപമാനകരമായ ഒരു സംഭവമായിരുന്നു. അതിനകത്ത് ഒരു സംശയം വേണ്ട. വളരെ പുച്ഛത്തോട് മാത്രമേ പിണറായി ഈ സർക്കാരിനെ കാണാൻ കഴിയൂ. ഇത് മന്ത്രിമാരായിരിക്കുന്നവന്മാരുടെ കഷ്ടകാലം. ഇവരൊക്കെ എന്തിനു മന്ത്രിയായിട്ട് നടക്കുന്നു? ഇവന്മാർ ബസ്സിനകത്ത് AC-ക്കകത്ത് ചുമ്മാ കുത്തിയിരിക്കുക, ചുമ്മാ ശ്വാനം കുത്തിയിരിക്കുന്ന പോലെ. അത് തന്നെ നാണക്കല്ലേ? ഒന്ന് ആലോചിച്ച്. ഈ ജനങ്ങളോട് നിവേദനം മേടിക്കാൻ ഇവന്മാരെ ഏർപ്പെടുത്തിയായിരുന്നു അത്രയും നന്നായിരുന്നു. അതിന് പകരം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നേരെ നോക്കാൻ പേടിയാണ് ഇവനൊക്കെ. രാഷ്ട്രീയ അന്തസ് വേണ്ടേ? ഒരു ജനപ്രതിനിധിയാണ്, ഞങ്ങൾ തെരഞ്ഞെടുത്ത AP-മാരാണ് നിങ്ങൾ ചിന്തിക്കാനുള്ള ബാധ്യത ഇവനൊക്കെ ഇല്ലേ? എനിക്ക് സത്യത്തിൽ വളരെ ലജ്ജാകരമായിട്ടാണ് തോന്നുന്നത്. ഇത് വളരെ അപമാനകരമാണ്. എത്രയോ കോടികൾ ചെലവഴിച്ചു, എന്ത് കിട്ടി? എന്ത് ലാഭം? കേരളത്തിൽ ലാഭം എന്ത്? ജനങ്ങൾക്ക് ലാഭം എന്ത്? ഉത്തരം പറയണ്ടേ? സഹതാപം വേണ്ട കാര്യമില്ല. ശക്തമായി എതിർക്കണം, പുച്ഛിക്കണം ഇവനെയൊക്കെ. ഇതാണ് എന്റെ അഭിപ്രായം. ശ്രീ പി സി ജോർജ്, തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് നടത്തുന്നത് എന്നാണ്. എന്നാൽ നമുക്കറിയാം, ഈ വായ്പ കുറച്ച് നൽകണമെന്നൊക്കെ അപേക്ഷയുമായി ചെന്നവർക്ക് 500 രൂപ വായ്പ കുറച്ച് നൽകുന്നു. ഈ രീതിയിൽ അപഹാസ്യപരമായ സംഭവങ്ങളാണ് പലയിടത്തും ഉണ്ടായത്. എല്ലാ സ്ഥലത്തും അപഹാസ്യമല്ലേ? എന്തെങ്കിലും കൂടെ നാട്ടിലെ ജനക്കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതുകൂടെ ഞാൻ പറയുന്നത് എന്ത് കൂടുതൽ പറഞ്ഞ പല ചീത്ത പറഞ്ഞു, അതുകൊണ്ട് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നവകേരള സദസ്സ് എന്ത് ഇയാൾ തിരുവനന്തപുരത്ത് കൊടുത്ത് തീർത്ത് കഴിഞ്ഞ് എറണാകുളം ജില്ലയിൽ പ്രത്യേകം ഒരു ദിവസം കൊടുത്ത്, അതായത് 36-37 ദിവസം കേരളത്തിലെ ജനങ്ങളെ വേണ്ടാധീനം പറഞ്ഞ് സഹായിക്കാന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ പ്രകടനം നടത്തിയിട്ട് എന്ത് കിട്ടി? ആരുടെ ഉദ്ദേശം രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ ജനങ്ങളെ ഒന്ന് രാഷ്ട്രീയം പറഞ്ഞ് മനസ്സിലാക്കാന്ന് കണ്ടായിരുന്നു ശ്രമിച്ച് നാറിപ്പോയി. എന്റെ വേണ്ടി കോൺഗ്രസിന്റെ അതിക്കടയില്ലേ? കോൺഗ്രസ് അല്ലേ അത് എതിർക്കേണ്ടവൻ, അല്ലെ അനുകൂലിക്കണം. എന്റെ ഒരു അഭിപ്രായത്തില് നവകേരള സദസ്സം പറഞ്ഞ് മുഖ്യമന്ത്രി പ്രോഗ്രാം പിടിച്ചപ്പോ അതിനെ കോൺഗ്രസ് അങ്ങ് സഹകരിക്കണം. ഇമാരെ ബസ്സിനകത്തോടെ കൂടെ കയറണമായിരുന്നു. എന്നാ കുഴപ്പം? പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എനിക്ക് രാഷ്ട്രീയം പറയുമോ? ഇമാരെ രാഷ്ട്രീയം പറയാതെ ഇമാരെ മര്യാദ പഠിപ്പിക്കാൻ പറ്റും വഴി കോൺഗ്രസ് ഇവരെ സഹകരിക്കുകയാണ്. അതിന് പകരം പാവപ്പെട്ട ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ കൊണ്ട് കൊടിയും പിടിക്കൊടുത്ത് വിട്ട പിള്ളേരെ തൊഴിൽ മേടിച്ച് എത്ര പാവ യൂത്ത് കോൺഗ്രസ് പിള്ളേരാ അവരുടെ ജീവിതം നഷ്ടപ്പെട്ട് വീട്ടിൽ കിടക്കുന്നത്. ഇത് ഏതെങ്കിലും പാർട്ടിക്കൂടെ തിരിഞ്ഞു നോക്കുമോ? കോൺഗ്രസ് പാർട്ടി പോലും നോക്കേല. ഈ തൊഴിൽ കിട്ടവർ തൊഴിൽ കിട്ടി, അതന്നെ മിച്ച എത്ര അനുഭവം ഉണ്ട്. അതിന്റെ അനുഭവം വളരെ 100 എണ്ണം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, CPM ആ മട്ടൻ കൊലപാതകം 5 പാവപ്പെട്ട ചെറുപ്പക്കാരെ വെടിവെച്ച് വന്ന് NT രാമകൃഷ്ണൻ ഇഷ്യൂ ഉണ്ടാക്കി. ആ വെടിയിട്ട് ആശുപത്രി കിടക്കുന്ന ആ മരിച്ച 5 പേരുടെ കുടുംബങ്ങളെ പറ്റി ഇമാർ ചിന്തിക്കുന്നുണ്ടോ? അവിടെ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല എന്താ ഗുണം? ആ കുടുംബത്തിന്റെ ജീവിതം എങ്ങനെയാ? ആ മരിച്ചുപോയ കുടുംബം എങ്ങനെ ജീവിക്കുന്നതിനെ പറ്റി ഇമാർ ആരെങ്കിലും ചിന്തിക്കണോ? സഹാക്കന്മാരെങ്കിലും. ഇതുകൊണ്ട് ജീവൻ കളയുന്നത് ഇവരൊക്കെ വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി ജീവൻ കളയാൻ നടക്കുന്ന ചെറുപ്പക്കാർ എനിക്ക് പറയാനുള്ളത്, നിങ്ങളാരും ജീവിതം കളയരുത്, ആരോഗ്യം കളയരുത് എന്നാണ് ഉപദേശിക്കാനുള്ളത്. ശ്രീ പി സി ജോർജ്, ഈ സാധാരണക്കാർക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ലെങ്കിലും DYFIയുടെ നേതൃത്വത്തിൽ ഒരു ജീവൻ രക്ഷാ സേനയൊക്കെ രൂപീകരിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ വരെ കയ്യേറ്റം ചെയ്യുന്നതും പരസ്യമായി കയ്യേറ്റം ചെയ്യുന്നതും ഈ നവകേരള സദസ്സിനിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു പെൺകുട്ടിയെ ഈ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ? 3000 പോലീസുകാരെ ഡെപ്യൂട്ട് ചെയ്തത്. ആ 3000 പോലീസുകാർ 2890 2900 എണ്ണവും പഴയ DYFIക്കാർ തന്നെ സെലക്ടഡ് ആയിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടനമല്ല നടത്തിയത്. ആരെങ്കിലും കരികൊടി വന്നാൽ ഒന്ന് ആലോചിച്ച്, മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് വണ്ടി കയറ്റി വീണ ഒരു പയ്യൻ കാലൊടിഞ്ഞ് വണ്ടി കയറ്റി പോലീസിന്റെ എസ്കോർട്ട് കാർ, മുഖ്യമന്ത്രി എസ്കോർട്ട് കാർ കയറ്റി അവന്റെ കാല് തകർത്തു. ആ വീട് കിടക്കുമ്പോൾ
ഈ തന്തയ്ക്ക് പറക്കാത്ത ഈ വാക്ക് ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് അവൻ 16 തന്തയ്ക്ക് ജനിച്ചു. ധൈര്യം അവൻ എന്നെ നേരിട്ട് അതിനില്ല പറയാം. അവന് 16 തന്തയാ. ആ വൃത്തികെട്ടവൻ ആ ഒരു ഇരുമ്പ് കാടി വെച്ച് പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ കാൽ അടിച്ചൊടിക്കുക. ഇവനെ ഇടിവെട്ടി പോവും ഈ തെണ്ടിയെ. അതാ എനിക്ക് പറയാനുള്ളത്. എത്ര ഭീകരമായി ഇതൊക്കെ. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അവൻ കാണിച്ച് മഹാഭാവം എന്നാ കരികൊടി കാണിച്ചത്. കരികൊടി കാണിക്കുന്ന വലിയ അപകടമാണോ? ഇത്ര വലിയ നഷ്ടമാണോ കരികൊടി കാണിക്കുന്നത്? ഇത് രാജ്യത്ത് ജനാധിപത്യത്തിന് ഏറ്റവും മര്യാദകളായ ഒരു സമരമല്ലേ അത് കരികൊടി കാണിക്കുന്നത്. അതിനവരെ കാൽ അടിച്ചൊടിക്കുന്ന തെണ്ടി. ഈ മുഖ്യമന്ത്രി നാണം കെട്ടവൻ. അവൻ പറഞ്ഞ എന്താ, ഞാൻ കണ്ടില്ലെന്ന്. അവിടെ പുറകിൽ 360 ഡിഗ്രി ഇറങ്ങുന്ന കസേരകളിലാണല്ലോ ആ വൃത്തികെട്ടവൻ ഇരുന്നത്. എന്നിട്ട് അവൻ കാണാതെ പോയത്. വൃത്തികെട്ടവൻ. ഏതാ വൃത്തികെട്ടവന്മാരെ കൂമ്പാരം. വളരെ നന്ദി ശ്രീ പി സി ജോർജ് ഈ സമയം പ്രതികരിച്ചതിന്.